السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الحبيب الله القدر العظيم الجاه وعلى آله وصحبه وسلم تسليما قدر الله ذاته في كل وقت وحين. أما بعد، بسم الله الرحمن الرحيم. والذين آمنوا أشد حبا لله. صدق الله المولانا العظيم. أدبوا أولادكم ثلاث خصال: حب نبيكم وحب أهل بيته وقراءة القرآن. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മക്കൾക്ക് മുഹബ്ബത്തുണ്ടാക്കണം, പിന്നെ പിരിസുണ്ടാക്കണം. ആരോട്ട് ഒന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിരിസുണ്ടാവണം, പിന്നൊന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അഹ്ലു ബൈത്തിലോട്ട് പിരിസുണ്ടാവണം, പിന്നൊന്ന് പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് ഹയ്യസ്റ്റ് നിങ്ങളെ മക്കൾക്ക് പിരിസുണ്ടാക്കൂ, നിങ്ങൾ എന്താക്കറു സപ്പോർട്ടാക്കറു. പിന്നെ അത്തന്മേലെ വരൂ അങ്ങ് പിരിച്ചു മീനാവില്ല. അദ്ദിബു അങ്ങ് അദബ് കാട്ടണം. ഔലാദുക്കും സലാസ് ഖിസാൽ നിങ്ങളെ മക്കൾക്ക് അദ്ദിബു ഔലാദുക്കും അലാ സലാസ് ഖിസാൽ. 3 കാര്യത്തിൽ നിങ്ങളെ മക്കൾക്ക് എന്താക്കറു അദബ് വഴിപാടും. അദബ് ശിഷ്ടാചാരം, ബഹുമാനിക്കണം, അങ്ങേറ്റം ബഹുമാനിക്കുള്ള 3 വസ്തുണ്ട്. എന്തിനൊന്ന് ഹുബ്ബി നബിയിക്കും, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിരിസ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിരിസ കായ വാച മനസ്സ. ആ പറമ്മ വലിയ ഗൗരവത്തിന് ഒരാണ് പോലും ഇതൊക്കെ പറയാത്ത പോലെ കൈയുടെ പരമാവധി ജാഗ്രത ആക്കണം. പിന്നെ ഹുബ്ബി അഹ്ലി ബൈത്തി, അള്ളാഹുവിൻ്റെ റസൂൽ പിരിച്ചെന്തോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബക്കാരെ പരിശ്രമിക്കണം. അഹ്ലു ബൈത്തിലോട്ട് കാട്ടിലും ബഹുമാന അങ്ങനെയുള്ള വലിയ ഗ്രേറ്റസ്റ്റ്. അതിനൊക്കെ 6 ജാഗ്രത ആക്കുക. അവൻ 6 കിട. ഒന്നിരിക്കലും മുനാഫിക്കായിട്ട് കിടവണം, അല്ലെങ്കിൽ വ്യഭിചാരത്തിൽ പറഞ്ഞവനായിട്ട് കിട. അങ്ങനത്തെ ആവില്ല, മുനാഫിക്കും ആവില്ല, വ്യഭിചാരത്തിൽ പറഞ്ഞവനും ആവില്ല. പിന്നെ അവൻ്റെ ഉമ്മ ഹൈൽ നിഫാസ് ഇന്നപ്പ അവൻ്റെ ബീജ, അവൻ്റെ ബാപ്പയുടെ ബീജ അവൻ്റെ ഭയത്തേക്ക് പോയിടും, നമ്മുടെ ഭയത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവനും ആവില്ല. അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങേറ്റത്തെ അഹ്ലു ബൈത്തിലുള്ള വലിയ ബഹുമാന ആധാര കാട്ടു വാങ്ങുകയാവില്ല. 3-4 അവിടെ ഇല്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിൻ്റെ തന്നെ ഹുബ്ബി അഹ്ലി ബൈത്തിഹി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അഹ്ലു ബൈത്തിലോട്ടു നല്ല പിരിസബിക്കുകയും അദ്ദിബു അദബ് കാട്ടും. വലിയ ഗ്രേറ്റസ്റ്റ് ഉള്ള പരമ ഗൗരവാധാര വലിയ ബഹുമാനിക്കണം. അഹ്ലു ബൈത്തിൽ 6 അങ്ങനെ ബഹുമാനിക്കിടാറ്. അങ്ങനെ അകത്യത്തെ 6 പുറയിച്ചിടാറ്. അങ്ങനെ കഷ്ട അറിഞ്ഞിട്ട് 6 അങ്ങ് സഹായക്കിടാറ്. കൽബുടെ അടിത്തട്ടിലുണ്ടെങ്കിൽ അങ്ങൊന്നുണ്ട ഖിയാമത്ത് നൻ്റെ സിഫാർസ് നണ്ടോ ഷഫാത്ത് ഗ്യാരണ്ടി എന്ന് ലഭിച്ചെന്ന്. എല്ലാ വസ്തുക്കും ഫൗണ്ടേഷനുണ്ട്. ഇസ്ലാമിയുടെ ഏറ്റവും വലിയ ഫൗണ്ടേഷൻ എന്തുകൊണ്ടുണ്ട്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബക്കാരെ പിരിച്ചുവിടും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബക്കാരുടെ ആർക്കും പിരിച്ചില്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിരിച്ചില്ല. അള്ളാഹുവിൻ്റെ പിരിച്ചില്ല, അള്ളാഹുടെ പിരിച്ചില്ല. അള്ളാഹുടെ പിരിച്ചില്ല, ഇനി ഇസ്ലാമിൽ അങ്ങനെയില്ല. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഗ്രേറ്റസ്റ്റ് ഉള്ള ഒന്നായിട്ട് ഹുബ്ബി അഹ്ലി ബൈത്തി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അഹ്ലു ബൈത്തിനെ അങ്ങേറ്റം ഹുബ്ബും ബൈക്കിടും അദബും കാട്ടും. ഒന്നാമത്തെ പിരിച്ചെടുത്ത 1 വർഷ ഇബാദത്തിനെ കാട്ടി 6 ഗ്രേഡ് 6 അഹ്ലു ബൈത്തിനെ പിരിച്ചുവിടും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരക്കുട്ടി തങ്ങന്മാരെ ബഹുമാനിക്കണം, തങ്ങന്മാരെ പിരിച്ചുവിടും. ഇതെല്ലാം എന്താക്കണം? മക്കൾക്ക് ചെറുതിലെ പഠിപ്പാടണം. അഹ്ലു ബൈത്തിനെ വന്നിട്ട് തങ്ങന്മാർ വന്നിട്ട് റപ്പ എഞ്ചി നിൽക്കിടും. എഞ്ചി നിന്നിട്ട് അങ്ങനെ കൈയെടുത്ത് റപ്പം മുത്തുറും, മുട്ടാരും കാലും മുത്തുറും. അങ്ങേറ്റം അങ്ങനെ ബഹുമാനിച്ചിട്ട് അങ്ങനെ ആദരിച്ചിട്ടെങ്കിൽ ബാപ്പ അങ്ങനെ ആക്കുമ്പോഴത്തും മക്ക കണ്ടെത്തെങ്കിൽ മക്ക അതേപോലെ പിന്നെ ആദരിക്കിടാറ്. അതുകൊണ്ടും അങ്ങനെ അങ്ങേറ്റം ബഹുമാനിക്കണം. മനുഷ്യന്മാർക്ക് ബറോബരി ഗ്രേഡും അങ്ങനെ എല്ലാ പക്കത്തും സങ്കഷ്ട പക്കം ഉണ്ടല്ലേ, ഇവിടെ ഒന്ന് മൗത്ര ടൈമിൽ അത് ഭയങ്കര എളുപ്പമാടും. പിന്നെ ഖബറിലും അത് ഭയങ്കര ഭയാനക പക്കത് അവിടും സലാമത്താവിടും. അഹ്ലു ബൈത്തിനെ പിടിച്ച് വെച്ചിട്ട് ഇതെല്ലാം മക്കൾ ഇപ്പം ചെറുതിൽ പടിപാട്ടുണ്ട്. പിന്നെ ഖിയാമത്ത് നാളുണ്ട്. എല്ലാവരും ഭയങ്കര കഠോര കഠിനമായ വെയിലില്ലെങ്കിൽ അങ്ങനെ അർശ തണലിക്കിടാറ്. അഹ്ലു ബൈത്തിനെ പിടിച്ച് വെച്ചാൽ. പിന്നൊന്ന് ഹിസാബിയുടെ ജഗയിലും, പിന്നൊന്ന് കിതാബ് കിട്ടുന്ന പക്കത്തിൽ ബലത്തകയില്ല ഇടത്തകയില്ല എന്ന് ടെൻഷനല്ലേ. അവിടെ അഹ്ലു ബൈത്തിലോട്ട് പിരിച്ച് വെച്ചങ്ങ് അഹ്ലു ബൈത്തിനെ അങ്ങേറ്റം ബഹുമാനിച്ചങ്ങ്
വലത്തെ കയ്യിൽ കിട്ടുന്ന ഉറപ്പ്, പിന്നെ സിറാത്തുൽ മുസ്തഖീം എന്ന പാല അങ്ങ് മിന്നലി പ്രകാരം കടപ്പെടുക 100% ലഭിച്ചുകൊണ്ട്. ഇതല്ല 7 പക്കത്തിൽ നണ്ട കുടുംബക്കാരെ പിരിച്ചു വെച്ച മനുഷ്യന്മാർക്ക് എന്താവു കഷ്ടമേക്കില്ലാണ്ട് അതിനൊന്ന് സിറാത്തുൽ മുസ്തഖീം എന്ന പാലം കടക്കുക. പിന്നെ സ്വർഗമാ നരകമാ എന്ന് തീരുമാനമാണല്ലേ. ഫരീഖും ബിൽ ജന്ന ഫരീഖും ബിൽ സഈർ. ഞങ്ങൾ ഫരീഖും ബിൽ ജന്ന. ആറ് അഹ്ലു ബൈത്തിനെ അങ്ങേറ്റം അല്ലാഹു റസൂൽ പിരിച്ചു വെച്ചുകൊണ്ട് അങ്ങേറ്റം ബഹുമാനിച്ചാറ്. അങ്ങനെ എല്ലാവരും ഇതിൽ അങ്ങനെ ഏതാണ് പോലും അങ്ങനെ ആ വലിയ ഗ്രേറ്റസ്റ്റ് ബഹുമാനത്തിൽ ധക്ക വരാത്ത പോലെ കൈയുടെ പരമാവധി ജാഗ്രത ആക്കിയിട്ടാണ്. അങ്ങനെ എല്ലാത്തിലും ബഹുമാനിച്ചും കൊണ്ട് അങ്ങോട്ട് അഗത്യമായ ആവശ്യം വന്നെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സഹായിച്ചിടാറ്. ഇല്ല അങ്ങേറ്റം ബഹുമാനത്തെ ഒന്നും കുറടിയായിട്ടേ ഇല്ലാണ്ട് ഇതിൽ ഈ ചെന്ന് 7 പക്കത്തിലുണ്ടാവാൻ നല്ല സുലഭത്തിൽ പാസ്സാവാം. ഒന്ന് മൂത്ര ടൈമിൽ, ഒന്ന് കബറിൻ്റെ അവിടെ, ഒന്ന് ഹിസാബിൻ്റെ ജഗയിൽ, ഒന്ന് കിതാബ് കിട്ടുന്ന പക്കത്തിൽ, ഒന്ന് സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിൽ, പിന്നൊന്ന് സ്വർഗമാ നരകമാ. സ്വർഗമെങ്ങും ആർക്ക് അല്ലാഹു റസൂലിൻ്റെ കുടുംബക്കാർ പ്രസവിച്ചോ അങ്ങോ അതെന്താ അതുകൊണ്ട് എന്താക്കും മക്കൾക്ക് ഈ ഹുബ്ബുടെ ഈ അല്ലാഹു റസൂലിനെ അദ്ദിബു ഔലാദകും സലാദൽ ഖിസാലതിൽ ഒന്നെന്തോ വഹുബ്ബി അഹ്ലി ബൈത്തിഹി. അല്ലാഹു റസൂലിൻ്റെ അഹ്ലു ബൈത്തിനെ അങ്ങേറ്റം പ്രസവിക്കടോ, അങ്ങേറ്റം ബഹുമാനിക്കടോ. ആദ്യം ഇൻഷാ അല്ലാഹ് അങ്ങനെ മക്ക പടി പോട്ടോ. അഹ്ലു ബൈത്തിനെ ഫളായിൽ കൊണ്ട് പഠിച്ചിട്ടുണ്ട്. നല്ല മക്കളിലെ പഠിച്ചിട്ടുണ്ട്. ദീനിയായ സ്ഥാപനത്തിൽ നിന്നും കൊണ്ട് പഠിച്ചത് ധാരാളം ദീനിയായ ഇൽമ പഠിച്ചുകൊണ്ട് പഠിച്ചതെല്ലാം അമൽ ചെയ്യുകയുള്ള വലിയ ഭാഗ്യ അഹ്ലു ബൈത്തിനെ ഫളായിൽ കൊണ്ട് മക്ക തന്നുകൊണ്ട് നല്ല മക്കളെല്ലാം പഠിച്ചത്. അല്ലാഹു അഹ്ലു ബൈത്തിനെ ഹഖ് ജാഹ് വർക്കത്ത് നാലാഖിറത്തിൽ അഹ്ലു ബൈത്തോട് കൂടി സ്വർഗത്തിൽ എത്ര സ്വാലിഹ്യങ്ങളെ കൊടുത്തതാക്കുക. അല്ലാഹു ഞങ്ങളുടെ മക്കളെല്ലാം പഠിച്ച അഹ്ലു ബൈത്തിനെ ബറക്കാത്തുകൊണ്ട് എല്ലാ മക്കളും സ്വാലിഹ്യങ്ങളെ കൊടുത്തതാക്കുക. അല്ലാഹു അഹ്ലു ബൈത്തിനെ ഫളാലുണ്ട് അഹ്ലു ബൈത്തിനെ ഫളാലുണ്ട് തങ്ങന്മാർ ഹഖ് ജാഹ് വർക്കത്തുണ്ട്. തങ്ങന്മാർ അങ്ങേറ്റം ബഹുമാനിക്കുള്ള വലിയ ഭാഗ്യവും നമുക്ക് ഈ പ്രദാനം ചെയ്തുകൊണ്ട് അങ്ങനെ ബറക്കത്തുകൊണ്ട് അങ്ങനൊട്ടിയെ സ്വർഗത്ത് ചേർവും. നമ്മുടെ എല്ലാ ഭാഗ്യം ഞങ്ങളുടെ മക്കൾക്കും നങ്ങും നീ പ്രദാനം ചെയ്യുക. അല്ലാഹ് ആമീൻ ബറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.